നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ ഉണ്ടായിരുന്നോ? എന്തെവിടെ ഒരു ബഹളം കേട്ടത്? ഈ സെക്യൂരിറ്റി അമ്മ ചേച്ചൊക്കെ എവിടെ പോയി? നിങ്ങളുടെ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷന്റെ ഫോട്ടോ കോപ്പി. വെറുതെ ഞാൻ ഇതിന്റെ ഒരു കോപ്പി എടുത്തതാ. എന്തെങ്കിലും ആവശ്യം വന്നാ ഇത് ഉപയോഗിക്കാന്ന് കരുതി എന്റെ പേഴ്സണൽ ഫയലിൽ സൂക്ഷിച്ചു വെച്ചു. എന്റെ ഫോണ് ഈ ഫോൺ നശിപ്പിച്ച ഇതിനുള്ളിലെ ഡിവോഴ്സ് പേപ്പറിന്റെ ഫോട്ടോ വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് അവധി എഴുതി നിർത്തും. ഇപ്പൊ തന്നെ എഴുതിയുടെ മുറി കയറി ഫയലിൽ നിന്നും ഫോട്ടോയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് മാറ്റാം. നീ ഇപ്പൊ വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ ഫോൺ എങ്ങനെ നശിപ്പിക്കണമെന്നല്ലേ ആലോചിച്ചോണ്ടെന്ന്. അതെ, എനിക്കറിയാം അത് തന്നെയാണെന്ന്. ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ ഒളിച്ചുള്ള ഈ ഡേർട്ടി പ്ലേ ഇവിടെ വെച്ച് നിർത്തിയ കർച്ചന. നിന്നോടൊപ്പം ഒരു പെൺ പോരിന് തൽക്കാലം എനിക്ക് സമയമില്ല. എന്റെ ചിന്തകളും വഴികളും ഒക്കെ വേറെയാ. അതിനിടയില് ഇമാതിരി പാവ കളിക്ക് നിൽക്കരുത്. ദോഷം ചെയ്യും, വല്ലാതെ ദോഷം ചെയ്യും. നല്ലൊരു ജീവിതം, സ്വസ്ഥമായൊരു കുടുംബ ജീവിതം, ഇതൊക്കെയാണ് ഞാനടക്കമുള്ള നെല്ലിശ്ശേരിയിലെ ആണുങ്ങളുടെ സ്വപ്നങ്ങള്. നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതും ഇപ്പൊ സന്ദീപിന്റെ ജീവിതത്തിലേക്ക് അനഘ വരാൻ പോകുന്നതും അതേ സ്വപ്നങ്ങൾ കൊണ്ട് തന്നെയാ.
സ്നേഹം നടിച്ച് നീയും നിന്റെ അനിയത്തിയും ചതിക്കുന്നത് അവിടെ ആരും അറിയാത്തത് കൊണ്ടാ നിന്റെ ആയുസ് ഇങ്ങനെ ഇങ്ങനെ നീളുന്നത്. എല്ലാത്തിനും അവസാനം നിന്റെ അചഞ്ചലമായ വിജയമല്ല, ചെയ്ത പാപപരിഹാരമായി കിട്ടുന്ന പരാജയമായിരിക്കും. തെറ്റാണ്. നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ തെറ്റാണ്. പരാജയത്തിൽ തുടങ്ങി വിജയത്തിൽ അവസാനിക്കുന്ന കളിക്കാ അവന്തിക ഇറങ്ങിയിരിക്കുന്നത്. അതിന് സർവേശ്വരന്റെ മതിയായ സംരക്ഷണവും തൊടില്ലൊരാളും. അങ്ങനൊരു സംരക്ഷണം ഉള്ളതുകൊണ്ടാ ഇപ്പൊ നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നത്. നിങ്ങളുടെ പുറകെ എന്റെ ആളുകൾ വട്ടമിട്ട് പറന്നിട്ടും നിങ്ങളെ കണ്ടെത്താനായില്ല. പക്ഷെ എനിക്കറിയായിരുന്നു എന്റെ കാൽച്ചുവട്ടിലേക്ക് തന്നെ നിങ്ങൾ വരുംന്ന്. 7 സമുദ്രങ്ങൾക്കടിയിലായാലും എന്റെ ശത്രുക്കളെ എന്റെ മുന്നിൽ എത്തിച്ചു തരും ഞാൻ വിശ്വസിക്കുന്ന ശക്തി. നിന്റെ പദ്ധതികൾ ആലോചനകൾ ശരിയായിരുന്നു. ഞാൻ രക്ഷപ്പെട്ട് പുറത്തു പോകുന്നത് വരെ. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ട് നിന്റെ കാൽ ചുവട്ടിലേക്ക് വരുന്ന ഏതാനും മണിക്കൂറുകൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? അതെന്താ അങ്ങനെ ഒരു ഉൾവിളി നിനക്കുണ്ടാകാതെ പോയത്? പോലീസ് സ്റ്റേഷനിൽ പോവാതെ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് വന്നത് എന്തിനാണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? സ്വയം ബുദ്ധിമതിയാണെന്ന് പറയുന്ന നിന്നെപ്പോലുള്ളവരായിരിക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ വിഡ്ഢികള്. സത്യം പറ, നിങ്ങൾ ആരോടെല്ലാം പറഞ്ഞത്? അത് നീ വിശ്വസിക്കുന്ന നിന്റെ ശക്തി കാണിച്ചു തരട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ മുന്നിലിരിക്കുന്നത് എന്തും സഹിക്കാൻ ശേഷിയുള്ള ഒരാളായിട്ടാ. ഇനി എന്നെ കൊന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. സത്യം സത്യമായിട്ട് പറഞ്ഞു. ആരോടാ? ആരോട് ജീവിത സാക്ഷ്യം പറഞ്ഞിട്ടാ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത്? അത് ഞാൻ പറയില്ല അവന്തികേ. ഏത് രീതിയിൽ ചോദിച്ചാലും ഏത് രീതിയിൽ ഉപദ്രവിച്ചാലും. എങ്കിൽ അത് നിങ്ങൾ പറയും. പറയിപ്പിക്കും ഞാനത്. വായിൽ തിരികിരിക്കുന്ന ആ പേര് പറയുന്നത് വരെ എന്തും ചെയ്യാം. 108 അസ്ഥികളും 206 മർമ്മങ്ങളും നുറുങ്ങിയാലും ആ പേര് പറഞ്ഞിട്ടേ നിർത്താവൂ. ഇതിനാകെ ടെൻഷനിലാണല്ലോ. ഇനി നന്ദനെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞ ആള് ഇവനായിരിക്കോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.